experience. അതാ കട്ടിലെ കൊണ്ടുപോയിട്ട് മടക്കുമുത്തേ. ഇവിടെ വെച്ച് മടക്കിട്ടോ, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് മടക്കണേ. ഒരു സാരി മടക്കാൻ അറിയാൻ പാടില്ല. ഒരു സാരി ചെയ്ത് തറയെ കിടക്കുക, അവിടെ സ്ഥലവും ഇല്ല. ഒന്ന് പിടിച്ചേ. ഉണങ്ങിയല്ലോ. ഉണങ്ങി ഉണങ്ങി. എന്നതാ ഇവളീ കാണിക്കണേ ഇവള്? അങ്ങനെ അത് വിരിച്ചപ്പോഴേമോ ഇങ്ങനെ ഇങ്ങനെ എന്റെ സാരി താഴെ കിടക്കുന്നു, കഴുകിയ സാരി. ഇങ്ങോട്ട് താ എടി, അതിന്റെ അറ്റം ഇങ്ങതാ, ഇങ്ങനെ തിരിച്ച് നീ തിന്നണതൊക്കെ എങ്ങോട്ടാ പോണേ? തലച്ചോറിലോട്ടല്ലേ? അതവിടെ പിടി നീ. മാമി പറ്റം തരാനല്ലേ പറഞ്ഞ ഈ അറ്റത്ത് പിടി. രണ്ടറ്റോണ്ട് ഒരു സാരിക്ക് വിരിക്കാം. വലിച്ചു പിടിക്ക്. അപ്പൊ എടുത്തോണ്ട് വന്ന മടക്കാനും എനിക്കറിയാം. ഇതൊക്കെ പെണ്ണുങ്ങള് ഒറ്റയ്ക്ക് മടക്കണതാ ഈ സാരി, അതറിയാവോ? ദേ നിലത്തിട്ട് ഉരുട്ടുന്ന. ഞാൻ മടക്കിക്കോളാം, പോ. ഇങ്ങനെ ഒറ്റയ്ക്ക് മടക്കണേന്നൊന്ന് പറഞ്ഞാലോ. ഇങ്ങനെ ഒറ്റയ്ക്കല്ലാതെ പിന്നെ മടക്കാനായിട്ട് ആളെ കൂട്ടും. മടക്കിക്കേ. എവിടെയെങ്കിലും പോയി ഇരുന്നോ, അതാ നല്ലത്. വേണ്ട, ഞാൻ മടക്കാം, ഞാൻ മടക്കാം, ഞാൻ മടക്കാം, ഞാൻ മടക്കാം. എന്റെ മുത്തേ വിടടി. ഞാൻ മടക്കാം. ഇങ്ങനല്ലേ? ആരാത്? വെയിലത്ത്. വെയില് തന്നെ തന്നെ. ഇന്ന് എവിടെയോ പോയിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല കേട്ടോ, അതിന്റെയാണ്. ഭക്ഷണമല്ല, പൈസ കിട്ടിയില്ല. ആരുടെ? കരമന സ്റ്റേഷനിൽ ഒരു പോലീസുകാരെ ഒരാഴ്ചക്ക് മുമ്പ് ഒരു വണ്ടി പണിയാൻ കൊണ്ടുവന്നു. കാരണം ഇന്നലെ കൊണ്ട് ഞാൻ പണി തീർത്തിട്ട് വിളിച്ചു പറഞ്ഞു, സാറേ വണ്ടി പണിഞ്ഞ് വെച്ചേക്കുവാ, ഇന്ന് വരാൻ പറഞ്ഞു. മണിക്കൂറിലൂടെ 16,000 രൂപയുണ്ട്. അപ്പൊ ഇന്ന് വണ്ടി വരും, വണ്ടി എടുക്കാൻ വരുമ്പോ പൈസ കിട്ടുന്ന പ്രതീക്ഷ ഞാൻ കൊടുക്കാനുള്ളവരെ വിളിച്ച് പറയുകയും ചെയ്തു. അയാൾ വന്ന് വണ്ടി എടുത്ത് നോക്കി, ആ ഓക്കെ ആണെല്ലാം പറഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തൊന്ന് കറങ്ങി വന്നിട്ട് അയാൾ വണ്ടി വിട്ടങ്ങ് പോയി. ഇല്ല. എത്ര രൂപ? 6,000 രൂപയോളം വരും. എന്റെ ദൈവമേ, പോലീസുകാരനോ? പോലീസുകാരെ കരമന സ്റ്റേഷനില്. ഇത് കൊള്ളാം, നല്ല പാട്. അപ്പൊ ഏട്ടനൊന്ന് വിളിച്ച് പറയാൻ എന്താ വെച്ചാൽ? എന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ ഫോൺ അയാളുടെ നമ്പർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ബാർബർ ഷോപ്പിൽ അവന്റെ ഫോണിൽ നിന്ന് എടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു വർക്ക്ഷോപ്പിൽ മെക്കാനിക്ക് റൊണാൾഡോ പൈസ കട്ട് ചെയ്തു, പിന്നെ വിളിക്കുമ്പോ എടുക്കുന്നില്ല. രണ്ട് നൈറ്റ് കുത്തിരുന്ന് പണിഞ്ഞ 16,000 രൂപ കിട്ടുണ്ടായിരുന്നു. സാധനം മേടിച്ചില്ലേ നീ? ഫെയർപാർട്സ് കടയിലുണ്ട് 10,200 രൂപ. ബാക്കി പൈസ എന്റെ പരാതി കൊടുക്കാം. വേണ്ട, കനകൻ ഇങ്ങോട്ട് വരുമല്ലോ വൈകുന്നേരം. അവനോട് പറഞ്ഞിട്ട് പരാതി വല്ലതും കൊടുക്കാടാ. ഒന്നാമത്തെ ഇവനൊന്നും ഒരു പണിയെടുത്താ പൈസ മേടിക്കാൻ ആദ്യം പഠിക്കണം. ലീറ്റോ എന്നാ ലീറ്റോ? പോലീസുകാരല്ലേ? ഇല്ല, വന്നില്ല. എവിടെ ഇരിക്കുന്ന? എന്നാ വരാൻ പറ നടരാജനാ. ദേ ഇവിടെ വേറൊരുത്തം വന്ന് വിഷമിച്ച് നിൽക്കുന്നു. അവൻ ഇന്ന് പോലീസുകാരന്റെ വണ്ടി ശരിയാക്കിയിട്ട് 6,000 രൂപ കൊടുക്കാതെ പോലീസുകാരൻ വിട്ടു പോയി കളഞ്ഞെന്ന്. ഫോൺ എടുത്തിട്ട് അയാളൊന്നും പറയാതെ വെച്ചെന്ന്. ഞങ്ങള് പറഞ്ഞു കനകം വരട്ടെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാന്ന്. തുടങ്ങിയല്ലോ വെച്ചിട്ട് പോയിക്കളിറ്റാ. എന്തിന്? വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യാനാ? അത് പോലീസുകാരാണെങ്കിൽ പോലീസുകാരൻ നോക്കിക്കോളാം അതിന്റെ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യാനാ? വേണ്ട, അവന് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ? അവനോട് വിഷമിച്ച് പോ. ഇനിയിപ്പോ അതായി. എന്ത് വെച്ച് പറഞ്ഞ? പോലീസുകാരൻ വരണ്ടാന്ന്. ക്ലീറ്റോ ശരിയാക്കിക്കോളാം. കറങ്ങി വന്നിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് വണ്ടി വിട്ടങ്ങ് പോയി. അയാളെ ഞാൻ അന്നേരം തന്നെ വിളിച്ച് ഞാൻ മെക്കാനിക്ക് റൊണാൾഡാന്ന് പറഞ്ഞു. ഓന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. 16,000 രൂപ ഉണ്ടായിരുന്നു. ഇവര് പറയുന്നതിന് ഇപ്പൊ കനകമച്ചമ്പി വന്നിട്ട് എങ്ങനെയാണ്? അത് മതി ഇറക്കാം. ഇപ്പൊ എങ്കിൽ ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഡ്രസ് ഒന്ന് മാറുന്ന പാടേ ഉള്ളൂ. ശരി. എന്ത് വിളിച്ചേട്ടാ പറയാ? മച്ചമ്പി പറഞ്ഞു, കനകമച്ചമ്പി പറയുന്നത് നോക്കാൻ നിൽക്കണ്ട, നീ റോഡി മച്ചമ്പി ഇപ്പൊ ജംഗ്ഷനിലോട്ട് വരും, കൈയോടെ പോയി പരാതി കൊടുക്കുക, അയാളുടെ തൊപ്പി തെറിപ്പിക്കുകയാണ്. ആ പണി കൊള്ളത്തില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താ പോരെ? എന്തിനിപ്പോ ഏട്ടൻ വരുമ്പോഴത്തേക്ക് ആളാണെങ്കിലോ എന്തോ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാണിക്കട്ടെ. എന്നാലും പോലീസുകാരന്മാരൊക്കെ അങ്ങനെ ചെയ്യൂ? ഒന്നും ഒറ്റക്കെ കാണും ബാക്കിയുള്ള പോലീസുകാരോടെ പേര് പറയിപ്പിക്കാനായിട്ട്.
ആണല്ലേ ആ ചിലപ്പോൾ നമുക്ക് നാളെ ഒന്ന് മുഖ്യമന്ത്രിക്കും കൂടെ ഒരു പരാതി കൊടുക്കേണ്ടി വരും. ഓ കമ്മീഷണർ DGP എല്ലാം കൊടുത്തിട്ടുണ്ട്, തീർത്ത് കത്തിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഇടയിൽ ഇതൊരു ഒരു ചലനം സൃഷ്ടിക്കും. അങ്ങനെ നമുക്ക് കാണിക്കാൻ പാടില്ലല്ലോ. നമ്മളിപ്പോൾ ഉള്ള ഒരു പൊതുപ്രവർത്തകർ ഇവിടെ ഉള്ളപ്പോൾ അതുകൊണ്ട് അതെന്താണ് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലാരാണ്? ഞാൻ ഈ വീട്ടിലാരാണ്ടേ? ഇവിടെ ഈ വീടുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ അറിയണ്ടേ? അച്ഛമ്മ അറിഞ്ഞത്? പിന്നെ ആരേ? ഞാൻ അസോസിയേറ്റ് സെക്രട്ടറി അല്ലടാ. അങ്ങനെ ഒരു പോലീസുകാർക്ക് ഒരു പരാതി എതിരെ ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണ്ടേ? ഞാൻ പറഞ്ഞതാ നിന്നോട് പറഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി. എന്നിട്ട് അതെ, ഒരു പോലീസുകാരൻ എപ്പോഴും പോലീസുകാരനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. പിന്നെ എന്നെ പോലൊരു പൊതുപ്രവർത്തകൻ അവിടെ ഒരു പരാതി കൊടുക്കാൻ ഒരു പോലീസുകാരനെ പോലീസ് സ്റ്റേഷനിൽ ആർക്കും ചെന്ന് പരാതി കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതിന് നിന്റെ സഹായത്തിന് തെമ്മാടിത്തരം കാണിച്ചിട്ട് പിന്നെ ഇനി എടേ പോലീസുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെ. അപ്പൊ എന്നോട് ചോദിക്കാറില്ലല്ലോ ഇല്ലേ? ആ സാറൊന്ന് പരാതി പറഞ്ഞേക്കുന്നു. സാറേ ഒരു വാക്ക് എടുത്ത് സംസാരിക്കണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരട്ടെ, ഇപ്പൊ ഇളവിയിട്ടുണ്ട്. ഇനിയാണ് കളി, നോക്കിക്കോ. എടേ നിനക്ക് ആ പൈസ കിട്ടി തിരിച്ചെടുക്കാൻ പറ്റുമോ? പൈസ ഇട്ട് വന്നാൽ ഞാൻ പരാതി ഞാൻ സാറിനോട് പറയാം. നീ പിൻവലിക്കോ? നീ ആരുടെ പിൻവലിക്കും? അങ്ങനെ നിന്റെ തോന്നിയ ഞാനാണ് പരാതി കൊടുത്തേക്കണത്. നീ പിൻവലിക്കാൻ എന്നിട്ട് ആവശ്യം നടന്നാ പോരെ? അതല്ല, അവന് കിട്ടേണ്ട പൈസ തിരിച്ചു കൊടുക്കാൻ സാർ തയ്യാറാണ്. അതെന്തോ അയാൾ ആദ്യം മാന്യമായിട്ട് കൊടുത്തില്ല. ഒരുത്തന്നെ അപ്പൊ എന്ത് ഗുണ്ടായിസോ? പോലീസുകാർക്ക് എന്തും കാണിക്കണം. അതോടുകൂടി പ്രശ്നം തീരുവല്ലോ. തീരൂല മോളെ, അങ്ങനെയൊന്നും തീരൂല. ഈ അഹങ്കാരം ഒന്നും പാടില്ല. ഒരുത്തൻ പാവപ്പെട്ടവങ്ങളുടെ പണിയെടുത്തിട്ട് ആ വണ്ടിയുടെ പൈസ വെച്ചപ്പോ അത് കൊടുക്കാതെ വണ്ടി എടുത്തോണ്ട് പോയിക്കണം. മോളെ പ്രശ്നം തീർക്കാനാണ് നിന്റെ ഉദ്ദേശം? പ്രശ്നം തുടങ്ങാനാണ് എന്റെ ഉദ്ദേശം? ഞാൻ തുടങ്ങാൻ മോടേ ഉള്ളൂ. പിന്നെ ഇനി പറയരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകും. എടാ ഇത് വെള്ളരിക്കപ്പെട്ടൊന്നും അല്ല. ഈ ലോകം കുറെ കണ്ടവൻ തന്നെ ഞാൻ. നീ ലോകം കണ്ടിട്ടില്ല. നീ ലോകം കണ്ടിട്ടുണ്ടായിരുന്നു. നീ തോന്നിയ ഒരു മര്യാദ വേണ്ടേ? സാറിന്റെ ചൊക്കെ ഞാൻ നാണം കിട്ടുമില്ലേ? എന്റെ വീട്ടിലൊരു പ്രശ്നം ഞാൻ അറിയണ്ടേ? എന്റെ ചെറുക്കനെ അവന് പൈസക്ക് അവൻ കെഞ്ചി മോളയിൽ എടുത്തോണ്ട് പോയി. അതല്ലേ മര്യാദ? അതിന് നിന്നോട് പറയണത് ഒരു മര്യാദയുണ്ട്. അധ്വാനിക്കുന്നവന്റെ അവന്റെ കൈയിട്ട് വാരല്ല. നീയൊക്കെ എപ്പോഴും കൈക്കൂലിയും കൈയിട്ട് വാരലാണെന്ന് നിനക്കൊക്കെ ശീലം. കാശ് തരാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അവര് തോൽവി സമ്മതിച്ചു എന്നല്ലേ? അപ്പൊ നിങ്ങൾ ജയിച്ചിക്കല്ലേ? തങ്ങോട്ട് വിട്. അല്ല മാവ, അങ്ങനെയല്ല. തോറ്റവനെ തോറ്റ് തൊപ്പിയിടിക്കണം, എന്നാലേ തോൽവിയാവുള്ളൂ. അവിടെയാണ് തോൽവി. ആ തോൽവി കാണണം എനിക്ക്. അതും ഒരു പോലീസുകാരൻ മേടിച്ചോളാന്ന് അവൻ മേടിക്കും. നീ അറിയണം. പറഞ്ഞ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാക്ക്, ഇല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാ നടക്കാന്ന് ആർക്കും. ആക്കിയിട്ട ഒരുത്തന്റെ തോൽവി കാണണം, അതെനിക്കൊന്ന് കാണണം. പച്ചപ്പപ്പായ വെറുതെ തിന്നാ പോരാ, അരച്ച് പെരട്ടണം. പെരട്ടണം. സകലമായ പോലീസുകാർക്കും പെരട്ടി കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. എങ്ങാനും നിന്റെ അഭിപ്രായത്തിന് വല്ല മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞാ പൊക്കോളണം. ഈ പഠിക്കുന്ന പുറത്ത് ഞാൻ പിന്നെ കൊടുങ്ങാവിളയില അമരവിളയില ഏതെങ്കിലും വിളയിൽ പോയി കിടന്നോളണം. അല്ല ഈ ക്ലീറ്റസിന് വല്ല കാര്യം ഉണ്ടായിരുന്ന ഈ കണ്ണി കണ്ടതൊക്കെ കൊണ്ടുവന്ന് പരാതി കൊടുക്കാൻ? അല്ല പരാതി കൊടുക്കാൻ പോകുമെന്ന് പറയുന്നത് കേട്ട്, പക്ഷെ അവൻ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പരാതി കൊടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ഈ വീട്ടിലൊരു പോലീസുകാരുള്ള സ്ഥിതിക്ക് അവരോടൊന്ന് ചോദിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്നോട് സംസാരിക്കണ്ടേ? അതും പോലീസുകാരുമായിട്ടുള്ള പ്രശ്നം. ഞാൻ അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുകയല്ലേ. അപ്പൊ എന്റെ വീട്ടിലൊരു കാര്യം വരുമ്പോ നമ്മൾ അറിയണ്ടേ? അത് പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ? അതൊക്കെ എനിക്ക് വരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നൊരു കേസ് നമ്മുടെ വീട്ടിലായിട്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല സാർ അത്രയ്ക്ക് പാവാണോ മോനെ? ആള് പാവൊന്നല്ല. പാവാണെങ്കിൽ ഇങ്ങനെ ജീവൻ അല്ല മാവ, അസോസിയേഷനായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇടപെട്ടതേ ഉള്ളൂ. ആളുടായിപ്പാ. എന്നാ പിന്നെ അവർ കൊടുത്തെങ്കിൽ കൊണ്ട് കൊടുക്കട്ടെ. കൊടുത്തതിന് നീ വിഷമിക്കൊന്നും വേണ്ട. അല്ല ഞാൻ പറഞ്ഞ നമ്മളെ വീട്ടിലെ കാര്യം ഞാൻ അറിയാതെ പോയിട്ടുള്ള വിഷമമുള്ളൂ. എന്തായി? ഓ എല്ലാരും മാറി തിരിഞ്ഞും പറഞ്ഞു. ക്ലീറ്റ മറ്റം നിലപാടിനകത്ത് ഒരു മാറ്റമില്ല. കേസ് പിൻവലിക്കത്തില്ലെന്ന് തന്നെ പറയുന്നത്. അതങ്ങ് വാശിക്ക് പിടിച്ചങ്ങ് നിൽക്കുക. എനിക്ക് ആ പൈസ നീട്ടിയാൽ മതി മച്ചമ്പി. പക്ഷെ പുള്ളിയെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ എന്ത് നിങ്ങൾ ഞാൻ സംസാരിച്ച് നീ കേട്ടില്ലേ? അവിടെ ആരൊക്കെ സംസാരിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. എന്നിട്ട് ശരിയായില്ലല്ലോ. അല്ല ഈ ക്ലീറ്റസ് ആണ് പരാതി കൊടുത്തെങ്കിലും ഇവന്റെ പേരിലല്ലേ പരാതി കൊടുത്തേക്കണ്. അപ്പൊ ഇവനെ കാശ് തിരിച്ചു കിട്ടിയാൽ മതിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തൂടെ? അവൻ പറയുമ്പോഴല്ലേ ഇവൻ കേൾക്കുള്ളൂ. പുള്ളി കേൾക്കത്തില്ല. ഞാൻ ഇപ്പൊ എന്തോ ഞാനാകപ്പെട്ടു. എനിക്ക് ആ പൈസ കിട്ടിയാൽ മതിയായിരുന്നു. അച്ഛമ്മയുടെ നിലപാടിന്റെ കൂടെ ഞാൻ ഇന്നലെ പറ്റും. എന്നാ പിന്നെ നീ പറഞ്ഞിട്ട് ക്ലീറ്റോനോട് കേസ് പിൻവലിക്കാൻ. അവൻ ഒരേ വാശി നിൽക്കുകയല്ലേ?
എന്ത് ഈ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഇതുണ്ട് വാർത്തകൾ. ആ ഇറങ്ങാറായ? ഓ അറിയാം. ആ സാറില്ലേ അവിടെ? അപ്പുറത്ത് സാറില്ലേ? എന്തിനാ അവനെ അന്വേഷിക്കണേ? നീ പോകാൻ നോക്ക്. ഗുഡ് മോർണിംഗ്. ഓ തീരുമാനത്തിൽ മാറ്റൊന്നുമില്ലേ? പരാതി പിൻവലിക്കാനുള്ള ഉദ്ദേശമല്ലോ? എനിക്കൊരു വാക്കും ഒരു തീരുമാനമേ ഉള്ളൂ, അത് ഞാൻ അറിയിച്ചല്ലോ. പിന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കണ്ട, മാറ്റമില്ല. പറഞ്ഞതേ ഉള്ളൂ. ആ കളി പോലീസുകാരുടെ അടുത്താണേ, ഓ സൂക്ഷിക്കണേ. ആണാ? ആ അയ്യോ, ഞാൻ പോലീസിനെ കണ്ടിട്ടില്ലല്ലോ. എടേ, ഈ വെള്ളം ഇട്ടവർക്ക് ഈ പോലീസുകാരുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, അത് നീ മറക്കണ്ട. ഈ വെള്ളയിട്ട് നിൽക്കുന്നവരെ സെക്രട്ടറിയുടെ മുമ്പ് അടിച്ച് ഓടിക്കുന്നുണ്ട് പട്ടിയെ പോലെ. അത് ഞങ്ങളാ. ഓഹോ, അത് ശരി. ഒരു കാര്യം നീ ഓർത്തോ, ഏത് പട്ടിക്കും ഒരു ദിവസമുണ്ട്. ആ ദിവസം നീയൊക്കെ ഈ പട്ടിയുടെ മുമ്പ് വാച്ചാനിച്ച് നിൽക്കേണ്ടി വരും, അത് മറക്കല്ലേ നീ. ഒരുപാട് നെകളിക്കല്ലേ. ഈ കേസൊന്ന് കഴിഞ്ഞോളൂ, അപ്പം നിനക്കറിയാം പോലീസുകാരെന്താണെന്നുള്ളത്. ഞാൻ വരും വരായികൾ പറഞ്ഞിട്ടുണ്ട്. നിനക്കൊക്കെ വേണമെങ്കിൽ പിൻവലിക്കാം, ഇല്ലെങ്കിൽ നീയൊക്കെ കൊണ്ട് അനുഭവിച്ചു. പിൻവലിക്കാൻ സൗകര്യം ഇല്ലെങ്കിലാ ഒന്ന് നിർത്തറ. നീ പോകാൻ ഇറങ്ങിയതല്ലേ, നീ പോവാൻ നോക്ക്. ഇനി ഇതിന്റെ പേരിൽ കേസ് കൂട്ടെന്ന് പറഞ്ഞ് ബാക്കിയുള്ള സമാധാനങ്ങളല്ലേ. പോവാൻ നോക്ക്. ഞാൻ ന്യായമാണ് പറഞ്ഞത്. എന്ത് ന്യായം? ആദ്യം തുടങ്ങുക ന്യായത്തിൽ തന്നെ, പിന്നെ ഇവിടെ നിങ്ങൾ അതിലും വലിയവരാവും. ആ കണ്ടാ, നീ വല്ലതും ചെയ്താടേ? ഓ, ഇനി എനിക്കതിൽ ചെയ്യാൻ വേറൊന്നുമില്ല, ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അത്രേ ഉള്ളൂ. ഇല്ല കുഴപ്പമില്ലെന്ന് പറയണേ. ആലോചിക്കാൻ അധിക സമയമില്ല. ഓ, കല്യാണം അല്ലേ ആലോചിക്കാനും മറുപടി നീ പറയാം. എങ്ങനെ ഇറങ്ങിയതാ? നീ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ? പിന്നെ അവനല്ലേ അമ്മ ചൊറിയാൻ വന്നത്. ഒരു കാര്യം ഞാൻ പറയാം, രാഷ്ട്രീയ കാര്യമൊക്കെ പാർട്ടി ഓഫീസിലെ, അതേമാതിരി കേസും കൂട്ടൊക്കെ പോലീസ് സ്റ്റേഷനിലെ, വീട്ടിലാതൊന്നും പറ്റില്ല. എങ്ങനെ പോകാൻ പോകാൻ നോക്ക്. ആ, അതങ്ങനെ തന്നെ. എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിക്കാനുണ്ട്. ഇവനും ഉണ്ട് പണിയെടുത്ത. കൽപ്പിച്ചു കൂട്ടി ഇറങ്ങിയിരിക്കുക രണ്ടെണ്ണം കൂടി. ആ ആ പറമ്പിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല, പൊന്ത വന്നിട്ട് കൊതുവിന്റെ ശല്യാണത്. അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൂടാത്. ആര് ഞാൻ ചെയ്യണോ? അവകാശികളുണ്ടല്ലോ, അവര് ചെയ്യട്ടെ. അവകാശികളുണ്ടല്ലോ, അവര് ചെയ്യട്ടെ. ഇതിങ്ങനെ രണ്ട് പേരുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. ഒന്ന് വന്നിട്ട് ആ തൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ? കനകം വന്നാ? ആ, അവനകത്തുണ്ട്. എന്താടാ അത്? ഞാൻ ആ പറമ്പിലും ചെന്ന് ആ തെങ്ങിന്റെ ഉള്ളിൽ നിന്ന് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. ഈ ഹൈറ്റിലാണ് ചെടികൾ വളർന്നിക്കണം. എന്ത് കൊതു അവിടെ. അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയായിക്കൂടെ? അത് ഒരു തെങ്ങന്ന് വീണ് കഴിഞ്ഞാൽ അത് കാണില്ല, വകഞ്ഞു നോക്കിയിട്ട് വേണം എടുക്കാൻ. അവൻ്റെ കൂടെ പറഞ്ഞു നോക്കി, അവന് പാർട്ടി പരിപാടി, അവന് ഒരിക്കലും സമയമില്ല. സന്തോഷമായല്ലോ. എന്തേ ഇനി അമ്മ നിർത്തുവോ? ഇനി ചെവി കേൾക്കാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യ്, 2 കിലോ പഞ്ഞി വാങ്ങിച്ചതിന്റെ ചെവിയിലോട്ട് വെച്ചു. എടാ, നീ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ, ഒരാളെ പണിക്ക് വെച്ചൂടെ? അയ്യോ, 2 ദിവസം ലീവ് കിട്ടിട്ട് ചെയ്യാമേ, വന്ന് കയറേ ഉള്ളു. ചെയ്യാമ്മ, 2-3 ദിവസം ലീവ് എടുത്ത് നിന്നിട്ട് ചെയ്യണത് ചെടിയെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് ആ താരേക്കൊന്ന് കോരി തെങ്ങിന്റെ മൂടൊക്കെ ഒന്ന് കളച്ചിട്ട് ഒരാളെയും കൂടെ നിർത്താം. എന്തായടാ കേസും കാര്യമായിട്ട് അങ്ങടും ഇങ്ങടും കയറി ഇറങ്ങുക തന്നെ അല്ലേ? എന്താവേ എന്ത് കയറി ഇറങ്ങേ? സമാധാനം എനക്ക്. എന്തേ ഇവിടെ എല്ലാവരുടെ പറഞ്ഞ പ്രകാരം ഞാൻ സാറിനോട് സംസാരിച്ചു, ബാലസാറിനോട് സംസാരിച്ചു. സാറിന്ന് പൈസയും കൊണ്ട് ചെന്ന് സാറിന്റെ അടുത്തോട്ട്, ഈ സാറിന്റെ അടുത്തോട്ട്. പക്ഷെ ഈ സാർ വാങ്ങുന്നില്ല. എന്ത് പണിയടാ കാട്ടി? അത് പിന്നെ ക്ലീറ്റ വച്ചപ്പോ പൈസ മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എതിർത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ചെറുക്ക, അവന് വട്ടാണ്, അവന് പൈസയുടെ വില അറിഞ്ഞൂടാ, അതുകൊണ്ടാ. ഞാനൊരു കാര്യം നിന്റെ അടുത്ത് പറയാം. വെറുതെ പോലീസുകാരുടെ മെക്കിട്ട് ഇറങ്ങി നിൽക്കരുത്. പറഞ്ഞ മനസ്സിലാവണ്ട. നോട്ട് ചെയ്ത് വെച്ചാ ഏതെങ്കിലും തരത്തിൽ അകത്ത് കിടക്കേണ്ടി വരും. ആ, നീ ഇങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ പോയി സംസാരിച്ചത്. എന്നിട്ട് അവൻ മറുകണ്ണ് ചാടുന്ന എനിക്കറിയായിരുന്നു. ചെന്ന് പറഞ്ഞോക്കടാ, പോലീസുകാരോടാണ് കളിക്കുന്നത്. അവരില്ലാത്ത കേസിൽ പെടുത്തിയിട്ട് വേണമെങ്കിൽ പകരം വീട്ടും. പത്രം വായിച്ചാൽ കേൾക്കണില്ല ഓരോ കാര്യങ്ങൾ. എല്ലാരും അങ്ങനെ ചെയ്യുന്നില്ല, അറിഞ്ഞു കണ്ട് നിന്നാ കൊള്ളാം. നീ പറഞ്ഞ ഈ ബാലൻ പറയണ സാർ അത്ര നല്ലവനൊന്നല്ലെന്ന് നീ എന്നല്ലേ പറഞ്ഞു? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞത്.
നമ്മള് നാട്ടിൽ ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കണം. ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ ഇടയുന്നത്. അദ്ദേഹം എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, നീ എനിക്ക് അതിനേക്കാളും വേണ്ടപ്പെട്ട ഒരാളാണ്. നിനക്ക് കിട്ടേണ്ട പൈസ നിനക്ക് ഒതുക്കണ്ടേ? നീ അവൻ പറഞ്ഞ തോന്നത്തിന് കൊടുക്കണം എന്തിനാണ് നീ? പൈസ മേടിച്ച് ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ പോയി. അവൻ പറയണ കാര്യം ഇപ്പൊ അവൻ പറഞ്ഞിട്ട് ഇവൻ ബാക്കി മാറി അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമോ അത് നോക്ക്. ഇരിക്കണം നോക്കി, ഒന്നും അറിയാത്ത പോലെ ആ പാവത്തിന്റെ കാശും കൊണ്ടുവന്ന് കളഞ്ഞിട്ട് വന്നിരിക്കുവാണ്. ഇനി അടുത്ത ആരുടെ പെടലിക്ക് കയറണമെന്ന് നോക്കി. അതെ, അവന്റെ കാശ് കളഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല, എന്താണ് സംഭവിക്കാൻ പോണെന്ന് നീ നോക്കിക്കോ. പലതും ഞാൻ ചെയ്യാൻ പോണുണ്ട്. അപ്പൊ പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കേസ് കൊടുത്തത്? ആ പൈസ മേടിച്ചിട്ട് ആ കേസ് പിൻവലിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം? അയ്യേ, പൈസ അങ്ങനെയാണ് നിന്റെ ചിന്തയെങ്കിൽ നീ അങ്ങനെ ചിന്തിച്ചോ. പക്ഷെ എന്റെ ലക്ഷ്യം അതല്ല, പൈസ അല്ല. ആ പോലീസുകാരനുണ്ടല്ലോ, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ. ഡാഡിക്ക് അങ്ങനെ പറയാം. ഇന്ന് റൊണാൾഡെങ്കിലും ഇവിടെ വന്നിരുന്നു. റൊണാൾഡെങ്കിലും കാശിന് അത്യാവശ്യം എന്ത് വിഷമായിരുന്നോ. അവൻ ഇച്ചിരി വിഷമിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. ആ പോലീസുകാരനുണ്ടല്ലോ, അവന്റെ തൊപ്പി തെറിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങൾ രാവിലെ മുതൽ പറയുന്നല്ലോ തൊപ്പി തെറിപ്പിക്കണമെന്ന്. തൊപ്പി തെറിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ തൊപ്പിയും കൊണ്ട്? ഈ തൊപ്പി തെറിപ്പിക്കലേ ഇത് ആ ഒരു പോലീസുകാരന്റെ അല്ല, കേരളത്തിലെ സകലമാന പോലീസുകാരന്മാർക്ക് ഒരു പാഠമായിരിക്കണം. എല്ലാവരും തൊപ്പിയിൽ ഒരു പേടി വേണം, അത് ഏത് സമയം തെറിക്കും എന്നുള്ളത്. അത് ചെയ്തിട്ടേ ഞാൻ അടങ്ങൂ. അതിന് തന്നെയാണ് കേസ് കൊടുത്തത്. എന്നാ പിന്നെ റൊണാൾഡോങ്ങളുടെ പൈസ ഡാഡി കൊടുക്കണം. എന്നിട്ട് ഡാഡി തൊപ്പി തെറിപ്പിക്കാനൊക്കെ ഇറങ്ങി അതിനൊരു ഇതുണ്ട്, രസമുണ്ട് കേൾക്കാൻ. ഇതൊരുമാതിരി. മോളെ, നീ എന്റെ മോളാണ്, എന്റെ തള്ളയല്ല കേട്ടാ. നിന്റെ തള്ള എന്നെ ഭരിക്കാൻ വരുമ്പോലെ നീ ഇത് നീളം വെച്ചത് നിന്റെ നാക്കിന് നീളമൊന്നും കൂട്ടണ്ട. നീ ഭരിച്ചാണോ ഇത്? റൊണാൾഡോയുടെ വിഷമം കണ്ടിട്ട് പറഞ്ഞു. റൊണാൾഡോ ഇച്ചിരി വിഷമിക്കട്ടെ. അത് അവസാനം ഈ കേസ് പോലീസിന്റെ തൊപ്പി ഇറങ്ങുമ്പോൾ നമുക്ക് എന്നാ സ്വന്തം ചോരയ്ക്ക് വിഷമമില്ലെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, ചോര, എന്റെ ചോരയ്ക്ക് അങ്ങനെ വിഷമം വേണ്ടേ? അവനില്ലാത്ത തന്നെ നിങ്ങൾക്ക് ആർക്കും വേണ്ട. ആരും പറഞ്ഞു നല്ല വിഷമമുണ്ട് റൊണാൾഡോ, കഷ്ടപ്പെട്ട് ചെയ്തല്ലേ പണി. ആയിക്കോട്ടെ, പിന്നെ അവന്റെ വിഷമം. ഡാഡിക്ക് ഒരു സ്നേഹവും ഇല്ല. മതിയടി മതി. ഉള്ള മോളും കൂടെ ഭരിക്കാൻ വന്നേക്കാണ്. ഈ പെണ്ണ് വലുതാവണ്ടായിരുന്നു. ഓ, നാക്കിന് നീളം കൂടി ഇച്ചിരി പഠിപ്പ് സൗകര്യം എല്ലാം കൊടുത്തപ്പോ അവർക്ക് ഭരിക്കാൻ തുടങ്ങി. ഇതൊരു പൊതു കാര്യമാണ്. ഇത് നാളെ ഇത് സമൂഹത്തിൽ വേറൊരാൾക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്. അതിനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിനെ എന്നെ ഇവിടെ ആരും തടയാൻ നിൽക്കണ്ട കേട്ടാ. ഇതെടുത്ത് വായിലോട്ട് വെച്ചിട്ട് ചില മിണ്ടാതിരി. നീ പോത്തേ, ഇതുകൊണ്ടൊന്നും നീ എന്റെ വാ അടയ്ക്കാന്ന് വിചാരിക്കണ്ട. ഈ മുടിയുടെ തുമ്പ് ഇങ്ങനെ പിളർന്നു പോണേന് എന്നാ ചെയ്യണം? ഇടക്കിടക്ക് വെട്ടിക്കൊടുക്കണം. ഇതിനകത്ത് ഇനി വെട്ടിയിട്ട് എന്തുണ്ടാവാനാ? ഇടക്കിടക്ക് വെട്ടിയില്ലെങ്കിൽ അങ്ങനെ വരും. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്, രാത്രി മുടി അഴിച്ചിട്ടുണ്ട് കിടക്കുന്നതാണ്. മുടി പൊക്കി വെച്ചിട്ടാ കിടന്നുറങ്ങണത്. നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കണം, അല്ലെങ്കിൽ രാത്രി ആകുമ്പോ അതങ്ങ് കഴിഞ്ഞ് നിലത്തോളൂ. ഞാൻ വല്ല കാര്യമുണ്ട് ഉറക്കത്തിൽ നീ അറിയത്തില്ല. കുറച്ചൊന്ന് കട്ട് ചെയ്താൽ കളയാം. നാളെ വെട്ടിത്തരുമോ? ആയിട്ട് കളയാൻ നമുക്ക്. പിന്നി കെട്ടി വെച്ചിട്ട് ചാവി ഇല്ല എങ്ങനെ സ്റ്റാർട്ട് ആവണേ? ചാവി ഇവിടെ കുറച്ചൊന്ന് നോക്കാം. തുഴഞ്ഞിട്ട് അറിയാം. വല്ലയിടത്തും വീണ് കയ്യും കാലം ഒടിക്കല്ലേ എന്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തോട്ട് പോയല്ലേ മുമ്പ്? അയ്യോ, അതാരാ? അമ്മാവൻ. എന്തേ? എന്തേ? എന്നിട്ട് എന്താ ബാബാ? റൊണാൾഡിന്റെ വർക്ക്ഷോപ്പിലെ 2 ജീപ്പ് നിറയെ പോലീസുകാർ. അയ്യോ, അത് ഈ മോഷണം പോയ ബൈക്കുകളൊക്കെ ചുടുവിലക്ക് റൊണാൾഡോ എടുത്തിട്ട് അതിന്റെ പാർട്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് ആരോ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ദൈവമേ, പോലീസുകാർ പണി തുടങ്ങിയതാ. ഞാൻ മലയാളത്തിൽ പറഞ്ഞുവിടാ. അതല്ലേ? അവനെന്ത് എന്നിട്ട് അവനെ പിടിച്ച പോലീസ്? ഞാൻ അവിടുന്ന് മാറി നിന്നിങ്ങനെ നോക്കി അവിടെയൊക്കെ, പക്ഷെ അവനെ കണ്ടില്ല. അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. കൊള്ളാം. അവനെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കേണ്ടതല്ലേ? എന്തിന്? അവൻ അവിടെ തനിച്ചല്ലേ? അവിടെ 2 ജീപ്പ് പോലീസുകാരുണ്ട്. ഏട്ടാ ഒന്ന് ചെല്ലേട്ടാ. അതെ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാന്ന് ചോദിക്കും അവര്. അപ്പൊ ഈ റൊണാൾഡിന്റെ കുടുംബക്കാരനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളന്റെ കുടുംബക്കാരൻ പറഞ്ഞ് എന്നെ പിടിച്ച് അകത്തിട്ടാലോ? എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? എന്താ ഞാൻ അറിഞ്ഞ മുതൽ ഓർഡർ അവിടുന്ന് ഇവനൊരു കുഴപ്പമില്ലല്ലോ. അവന് പിടിച്ചില്ല. എന്തായിരുന്നു ചേച്ചാ? എന്നാലും എനിക്കൊരു ആവശ്യമൊന്നും ഒരാൾ പോലെ എന്നെ സഹായിക്കാല്ലാതായി പോയല്ലോ. കടയിൽ പോലീസുകാർ വന്നപ്പോഴത്തേന് മച്ചമ്മ അവിടെ നിന്ന് ഒറ്റ ഓട്ടം. ഞാൻ കണ്ടമ്മ ആൾക്കൂട്ടത്തിൽ ഓടി മാറുന്നത്. ഇങ്ങനെ ചെയ്യരുത് എന്നോട് കേട്ടോ. ഞാന് പിന്നെ ഈ പേടിച്ചിട്ടേ, പോലീസല്ലേ. ഞാൻ ഏട്ടനെ പറഞ്ഞ് അങ്ങോട്ട് വിടാൻ പോവായിരുന്നു. എടാ, എന്താ നിന്നോട് ആര് പറഞ്ഞു ഈ മോഷ്ടിച്ച ബൈക്കൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് പൊളിക്കാൻ? എന്റെ തങ്കം ചേട്ടത്തി അവിടെ ആരും മോട്ടിച്ച ബൈക്ക് പണിക്ക് പോലും ആരും കൊണ്ടുവരുന്നില്ല.
മോഷ്ടിച്ച ബൈക്ക് ഞാൻ വിൽക്കാൻ സഹായിക്കുന്ന അവര് പറഞ്ഞത്. മച്ചമ്പി അതിനകത്തൊരു പോലീസുകാരൻ പറഞ്ഞേ, കനമച്ചമ്പി അവർ പോലീസുകാർ എന്നെ മാറ്റിയെടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, കനമച്ചമ്പി കൂട്ടി എത്രയും പെട്ടെന്ന് കമ്മീഷൻ ഓഫീസിൽ ചെല്ല, ഇല്ല ഞാൻ അകത്താവൂന്നാ പറഞ്ഞത്. അല്ല എനിക്ക് പോകുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിന്റെ സഹോദരൻ ക്ലീറ്റർ സമ്മതിക്കോ? ക്ലീറ്റമച്ചമ്പി അപ്പുറത്തെ കടയിലെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് കനകം വിചാരിച്ചാലേ കേസ് ഒത്തീർപ്പാകത്തുള്ളൂ. ക്ലീറ്റമച്ചമ്പി നേരത്തെ കണ്ട് ബസ്സിന് കലർന്ന ഒരു കേസ് കൂടെ അവർ ഇതിന്റെ കൂട്ടത്തിൽ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. രംഗത്തുനിന്ന് അവർ കൊണ്ടുപോകും. ആ അപ്പൊ അളിയൻ പത്തി താത്തി. എടാ ഇനി കളിയാക്കാനൊന്നും പോണ്ട, നീ ചെല്ലൊന്ന്. ഞാൻ ഈ വരുമ്പരായി കിടക്കുന്ന നേതാവേ, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അനുജനോടൊപ്പം എനിക്ക് കമ്മീഷൻ ഓഫീസർ ഒന്ന് പോകണമായിരുന്നു. കുഴപ്പമുണ്ടോ? സാരമില്ല, ഞാൻ ഉണ്ട്. ഒരു തൊപ്പിയല്ലേ തെറിച്ചു പോയത്?